നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, അതല്ല നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, അതല്ല നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പലപ്പോഴായിട്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ആധുനിക കാലത്തെ ബിസിനസ് ട്രെൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നും പുതുമകൾ കൊണ്ടുവരുന്ന എനിക്ക് ഇന്നും എൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഇന്നും പുതുമയുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്കായി നൽകുന്നത്. നമ്മൾ സാധാരണയായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ആശയങ്ങൾ, നമ്മൾ വിസ്ഡം ജനറേറ്റ് ചെയ്യുന്ന ആശയങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഈ പറയുന്ന എന്നും നൽകിക്കൊണ്ടിരിക്കുന്ന ആ ടോപ്പിക്കുകളുടെ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ടോപ്പിക്ക്? ഹൗ ടു മാസ്റ്റർ ദ ഗെയിം ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അതിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം? ഇപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്റർ ദ ഗെയിം ഓഫ് ലൈഫ് എന്നുള്ളതാണ്. മാസ്റ്റർ ദ ഗെയിം ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് എന്ന് മനസ്സിലാക്കിയവർ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അവർ ലൈഫ് ഈസ് ഓൾ അബൌട്ട് എ ഗെയിം. അപ്പോൾ അതിനൊരു ഉദാഹരണ സഹിതം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം. നിങ്ങളെ ഞാൻ ആ ഒരു സ്റ്റോറി മെത്തേഡിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ ചെസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ചെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്. നമുക്കറിയാം, അത്യാവശ്യമായിട്ട് ചെസ്സ് കളിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെസ്സിനെ കുറിച്ചുള്ള അല്പമെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. അപ്പം ഞാൻ ആ ചെസ്സിനെ നമ്മുടെ സോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് ഞാൻ കരുതുകയാണ്. അതായത് നമ്മുടെ ചെസ് ബോർഡ് എന്ന് പറയുന്നത്, നമ്മൾ ചെസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനെ, ആ ചെസ് ബോർഡ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആ ചെസ് എന്ന് പറയുന്ന ഗെയിമിനെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്ലാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പറയുന്ന സോഴ്സ്, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹും വി ബിലീവ് ടു ബി ദ ഹയർ സെൽഫ്. അപ്പോൾ ആ ഒരു സോഴ്സിനെ കൂടുതൽ മനസ്സിലാക്കാനും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ആ സോഴ്സ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് നമ്മുടെ റോൾ എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് പ്ലാൻ എന്താണ്? മാസ്റ്റേഴ്സ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, ചില നിയമങ്ങളാണ്. നമുക്ക് ആ ചെസ് ബോർഡിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കുമ്പോൾ അറിയാം, ആ ചെസ് ബോർഡ് എന്ന് പറയുന്നത് കുറേ കളങ്ങളുണ്ട്, അല്ലേ? ഒരു 64 കളങ്ങൾ, വെള്ളയും കറുപ്പും ഇടകലർന്നിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് കലർന്നിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് സ്ക്വയേഴ്സാണ്, അല്ലേ? 64 സ്ക്വയറുകളുണ്ട്. 8x8 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പറയുന്ന മാസ്റ്റേഴ്സ് പ്ലാൻസ് അനുസരിച്ച് എന്താണ് ആ പറയുന്ന ചെസ് ബോർഡ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ആ ചെസ് ബോർഡ്, അതിനകത്തുള്ള നമ്മുടെ പീസസ് ഉണ്ട്, അല്ലേ? പലതരത്തിലുള്ള ചെറിയ പീസസ് അതിനകത്തുണ്ട്. അതിനകത്ത് കിങ് ഉണ്ട്, ക്യൂവിനുണ്ട്, തേരുണ്ട്, പടയാളികളുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീസസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ബ്ലാക്കും ഉണ്ടാവും, വൈറ്റും ഉണ്ടാവും. നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 2 പേര് ആ ഗെയിമിൻ്റെ ഭാഗമാകാറുണ്ട്, അല്ലേ? 2 പേര് ആ ഗെയിമിൻ്റെ ഭാഗമാകാറുണ്ട്. അതിനകത്ത് വെള്ളക്കരുക്കളെ നീക്കാം ഒരാൾക്ക്, മറ്റു എതിരാളികൾക്ക് കറുത്ത കരുക്കളെ നീക്കാം. അപ്പോൾ ഓരോ കരുക്കളും നീക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ നിയമങ്ങളിലേക്കല്ല പോകുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു ആകത്തുക വെച്ച് നമ്മുടെ ലൈഫ് എപ്രകാരം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫിൽ ട്രാപ്ഡായിട്ട് കിടക്കുകയാണോ, അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, മാസ്റ്റേഴ്സ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. എല്ലാ ഗെയിമുകൾക്കും കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും എന്ന് പറയുന്നത്, ചെസ് എന്ന് പറയുന്ന ഗെയിമിനും കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, നമുക്ക് ആ പറഞ്ഞ വൈറ്റ് കരുക്കൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന ആളാണ് എന്ത് ചെയ്യേണ്ടത്? ആ പറയുന്ന കറുത്ത കരുക്കൾ നീക്കേണ്ടത്. എന്നാൽ ചെസ് എന്ന് പറയുന്ന ആ ഗെയിമിനെ ഒന്ന് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുമ്പോൾ അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, കൂടാതെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ചെസ് ഗെയിം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നിരിക്കുന്നവയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങുമ്പോഴത്തേന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വൈറ്റ്, അല്ലേ? നമുക്കൊരു വെള്ളക്കരുക്കൾ എന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, വെള്ളക്കരുക്കൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവനവൻ്റെ ജീവിതമാകുന്ന ആ കരുക്കളെ, അവനവൻ്റെ ലൈഫിലെ ആ കരുക്കളെ മുന്നോട്ട് നീക്കുവാനുള്ള അവകാശം അവനവനാണ്. പക്ഷെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഓരോ വ്യക്തികളും ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ, നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഈ പറയുന്ന പീസസ്,
നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഈ പറയുന്ന ചെസ്സിലെ ആ ചെസ് പീസസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ്. നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും എന്താ ചെയ്യുന്നത്. ഈ പറയുന്ന നമ്മുടെ ചെസ് ബോർഡിലിരിക്കുന്ന കളങ്ങൾ, നമ്മൾ ഇൻഡിവിജ്വൽ ആകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമ്മുടെ കളങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ ഇത് മുന്നോട്ട് ഈ പറയുന്ന ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഈ കരുക്കൾ നമ്മളാണ് നീക്കേണ്ടത്. എന്നാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ഈ പറയുന്ന കരുക്കൾ നീക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഈ ഗെയിമിൻ്റെ ഒരു ടോട്ടാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചെക്ക്മേറ്റ് ആണ്. എന്താ ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്? നമുക്കവിടെ ഒപ്പോണൻ്റായിട്ടൊരു രാജാവ് ഉണ്ടാവും. ആ രാജാവിനെ നമ്മൾ തോൽപ്പിക്കുക, ചെക്ക്മേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ശേഷം ആ രാജാവിനെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ ചെസ് ബോർഡിലും 16 പീസസ് വെച്ചുണ്ടാവും. അങ്ങനെ എന്താണ് ഈ ഫൈനലി നമ്മുടെ ഈ രാജാവിനെ, ഈ പറയുന്ന എതിരാളിയുടെ രാജാവിനെ നമ്മൾ ചെക്ക്മേറ്റ് ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ചെക്ക്മേറ്റ് ആക്കി അതിൽ നമ്മൾ വിജയിയായി തീരും. ഇതാണ് ഒരു ഗെയിമിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ കരുക്കൾ നീക്കാൻ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഈ കരുക്കൾ നീക്കുന്നത്. അതിൽ രസകരമായ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ്? അപ്പോൾ ഈ പറയുന്ന നമുക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ആളുകളൊക്കെ തന്നെയാണ് ഈ കരുക്കൾ നീക്കുന്നത്. ആരൊക്കെയാണ്? ഫാമിലി ഉണ്ടാവാം, സൊസൈറ്റി ഉണ്ട്, റിലിജൻ ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ഫാക്ടേഴ്സ്, എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടി നമ്മുടെ ലൈഫിൻ്റെ കരുക്കൾ നീക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വേണ്ടി ആരൊക്കെയാണോ കരുക്കൾ നീക്കുന്നത് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മറുകരയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മറുവശത്ത് നിന്നുകൊണ്ട് വെള്ള കരുക്കളാണ് നമ്മൾ നീക്കുന്നതെങ്കിൽ കറുത്ത കരുക്കളും നീക്കുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തന്നെ. ചെസ് ബോർഡിലേക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെസ് ബോർഡ് ഉണ്ട്, അതിനകത്ത് 16 പീസസ് വൈറ്റ് ഉണ്ടാവും, 16 പീസസ് ബ്ലാക്ക് ഉണ്ടാവും. ആ നീക്കങ്ങൾ ഓരോന്നിനും ഓരോ നീക്കങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയാണ്. അപ്പം നമുക്ക് വേണ്ടി ആ ഇനിഷ്യൽ സ്റ്റേജിൽ നീക്കങ്ങൾക്ക് താല്പര്യം എടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ കരുക്കൾ നീക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി, നമ്മളല്ല, സൊസൈറ്റി, അവർ ഫാമിലി, പൊളിറ്റിക്സ് ആൻഡ് റിലിജൻ എലോങ് വിത്ത് എഡ്യൂക്കേഷൻ ഓൾസോ. അപ്പോൾ ഇങ്ങനെ പറയുന്ന പല ഫാക്ടേഴ്സാണ് നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ട് ആ നീക്കങ്ങൾ നീക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതേ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ഓപ്പോസിഷനിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയായി നിന്നുകൊണ്ട് അതേ ഗെയിമിൻ്റെ ഭാഗമാകുന്നത്. അപ്പം നമ്മുടെ റോൾ എന്താ? വി ഡോണ്ട് ഹാവ് എനി റോൾ. കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലേക്കുള്ള എന്താണ് നമ്മുടെ ജീവിതം എന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരവാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നതും നമുക്കെതിരെ കരുക്കൾ നിൽക്കുന്നതും ഒരേ വ്യക്തികൾ തന്നെയാണ്. അതായത് നമ്മൾ മലയാളികളിൽ 96% ആളുകൾ ഇപ്പോഴും ആ പറയുന്ന ആ ചെസ് ബോർഡിലെ ആ കളിക്കളത്തിൽ പെട്ടുകിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാ സോഴ്സസും നമുക്കിവിടെ അവൈലബിൾ ആണ്, വി ആർ ലിവിങ് എ ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. പക്ഷെങ്കിൽ മുമ്പ് ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി ആരാണോ ആ കരുക്കൾ നീക്കുന്നത് അതേ ആളുകൾ തന്നെയാണ് നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയും എതിരാളിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ പറയുന്ന വൈറ്റ് പീസസ് ആണ് നമ്മുടേതെങ്കിൽ, ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് പീസസ് ആണ് ഞാൻ മൂവ് ചെയ്യേണ്ടതെങ്കിൽ ആരാണ് എനിക്ക് വേണ്ടി മൂവ് ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫാമിലി, റിലിജൻ, എഡ്യൂക്കേഷൻ സിസ്റ്റം, പൊളിറ്റിക്സ്, ഇവരാണ് എനിക്ക് വേണ്ടി ആ പറയുന്ന പീസസ് മൂവ് ചെയ്യുന്നത്. ഇതേ ആളുകളാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ എതിരാളിക്ക്, അല്ലെങ്കിൽ എതിരാളിയുടെ ഭാഗത്ത് നിന്ന് അതേ ചെസ് പീസസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമിയിലെ പല കാര്യങ്ങളെ നമ്മൾ എടുത്തു വെച്ച് ഒന്ന് പരിശോധിച്ചാൽ, അതിനെ ഒരു ചെസ് പീസസ് ആയിട്ട് നമ്മളൊന്ന് എടുത്തു വെച്ച് പരിശോധിച്ചാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സോ വി ആർ ട്രാപ്ഡ് സംവെയർ. നമ്മൾ എവിടേക്കെയോ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി നൽകുന്ന പല കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് സർട്ടിഫിക്കറ്റ്സിന് വാല്യൂ ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ നിന്ന് അക്വയർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത് someone ഈസ് പ്ലേയിങ് ദ ഗെയിം ബിഹൈൻഡ് ദ സ്ക്രീൻ. അത് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളെന്താണ്? നമ്മളൊരു ബിലീവേഴ്സാണ്, നമ്മളൊരു വിശ്വാസികൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്.
അപ്പോൾ വിശ്വാസികളുടെ ഒരു പ്രത്യേകത എന്താണ്? അവരെന്തിനേയും അന്ധമായിട്ട് വിശ്വസിക്കും. അതിനൊരു വാലിഡേഷൻ അവർ കൊടുക്കത്തില്ല. ഇത് പരിശോധിച്ച ശേഷം എനിക്കതിലേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം ഞാൻ പ്രതികരിക്കാം, അത് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം അതെന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അന്ധമായിട്ട് വിശ്വസിക്കുക. അതായത് നമുക്ക് ലഭിക്കുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവയെല്ലാം അത് സത്യമാണെന്നുള്ള ധാരണയുടെ പുറത്ത് ജീവിക്കുന്നവരാണ് 96% മലയാളികൾ. ഈ 96% മലയാളികൾ ഞാൻ പറഞ്ഞു, ദേ ആർ കൺസ്യൂമിങ് സം ഓഫ് ദ ചീപ്പ് ഓർ ആവറേജ് തിങ്സ് ഇൻ ദ വേ. 96% മലയാളികൾ അവരെന്താ ചെയ്യുന്നത്? അവരെന്താണ് കൺസ്യൂം ചെയ്യുന്നത്? അവർ ഏറ്റവും ലോ ലെവലിലുള്ള, അതായത് ഒരു ആവറേജ് കൺസംഷനാണ് അവർ ചെയ്യുന്നത്. അവരെന്തൊക്കെ ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്, ദേ ഹാവ് ആവറേജ് തോട്ട്. എന്താണ്? അവരുടെ ചിന്തകൾ വളരെ ആവറേജ് ആയിരിക്കും. ദേ സ്പീക്ക് ആവറേജ് വേർഡ്സ്. അവരെന്താണ്? വളരെയധികം ലിമിറ്റഡ് അല്ലെങ്കിൽ വളരെയധികം ലോ ലെവലിൽ അല്ലെങ്കിൽ ആവറേജ് ലെവലിലുള്ള സംസാര രീതി ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒരു ഹൈ ലെവൽ തിങ്കിങ് അവർക്ക് ഉണ്ടാവത്തില്ല. ദേ കൺസ്യൂം ആവറേജ് ഫുഡ് ആൻഡ് ദേ കൺസ്യൂം ആവറേജ് ബിലോങ്ങിങ്സ്. ഇവരെ സംബന്ധിച്ച് ഒരു ആവറേജ് ലെവൽ, അതായത് ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം കൺസ്യൂം ചെയ്ത് ലൈഫിൽ ഒരു പർപ്പസ് ഇല്ലാതെ ജീവിക്കുന്നവരാണ് നമ്മളിൽ 96% മലയാളികൾ. വി ആർ ആക്ച്വലി ഇൻ എ ട്രാപ്പ്. ഈ ട്രാപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഇനിയും കൂടാൻ പോവുകയാണ്. അതായത് 2024 ശേഷമുള്ളൊരു കാലഘട്ടം, 2025 അതിനുശേഷം ഒരു 20 വർഷത്തോളമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എറ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. അതായത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് വേണമെങ്കിൽ എർത്ത് 3.0 എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഞാൻ കൂടുതലായിട്ടും വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും ഇതൊരു ആൾക്കാർക്കൊരു പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നാലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയാം. ഒരേ സമയത്ത് ഒരു മൾട്ടിവേഴ്സിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. അതായത് എർത്ത് 1.0 മുതൽ എർത്ത് 4.0 വരെ, അതായത് ഏറ്റവും ആവറേജ് ലെവലിലുള്ള സിവിലൈസേഷൻ ഭൂമിയിലുമുണ്ട്. എന്നാൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു സിവിലൈസേഷനുണ്ട്. അതായത് 4 ടൈപ്പ് സിവിലൈസേഷൻ ഓൾറെഡി ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുകയാണ്. അതായത് ഫ്രം ദ ബിലീവേഴ്സ്, ആ ബിലീവേഴ്സ് എന്ന് പറയുന്ന വിശ്വാസികളിൽ നിന്ന് സീക്കേഴ്സ് എന്ന് പറയുന്ന, അന്വേഷകർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഡിസൈപ്പിൾസ്, അല്ലെങ്കിൽ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടെത്തി അന്വേഷിച്ച കാര്യങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന ആൾക്കാരും. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലീഡേഴ്സ്. വി ക്യാൻ കോൾ ദം ആസ് സെർവന്റ് ലീഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു 4 തരത്തിലുള്ള ഒരു ക്രമീകരണം ഭൂമിയിൽ ഓൾറെഡി ഉണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാറ്റഗറിയെ തന്നെ എടുക്കും. ഈ 96% ആളുകൾ എന്ന് പറയുന്ന ഒരു വിശ്വാസികൾ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും എന്നും നിലനിൽക്കുന്നതാണെന്നുള്ള ധാരണയുടെ പുറത്ത് ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ വലിയൊരു കൊക്കയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഒരു മറയിട്ടൊരു കൊക്കയുടെ മുമ്പിലാണ്. അത് എപ്പം വേണമെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊക്കയുടെ ഉള്ളിലാണ്. അത് എപ്പം വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് ഈ പറയുന്ന ഗെയിം ഓഫ് ലൈഫ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 96% ആളുകൾക്കും സംഭവങ്ങൾ സംഭവം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കി വരുമ്പോഴേക്കും ദ ഗെയിം ഈസ് ഓവർ. നമ്മുടെ ചെസ്സിലെ ചെസ്മേറ്റ് എന്ന് പറയുന്ന ആ ഗെയിം അവിടെ അവസാനിച്ച് നമ്മൾ ആ ലാസ്റ്റ് നിമിഷമായിരിക്കും ഇതെന്താണ് ഈ സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ദ ഗെയിം ഓവർ എന്ന് പറയുന്ന ആ പ്രക്രിയയിലോട്ട് വരും. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ നോർമൽ TV ചാനലുകളാണെങ്കിൽ, നമ്മുടെ വാർത്തകൾ തന്നെ എടുത്താൽ തന്നെ അറിയാം, ദേ ഹാവ് ഓൺലി 2 ഐഡിയാസ് ഓർ ഐഡിയോളജി. ഈ 2 ഐഡിയയുടെ പിന്നിലാണ് നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ 2 ഐഡിയോളജിയാണ്. ഒന്ന് പൊളിറ്റിക്സ്, ദ സെക്കൻഡ് വൺ ഈസ് ക്രൈം. അതായത് ഈ 2 ടോപ്പിക്കുകളിൽ മാത്രമാണ് നമ്മുടെ മലയാളം മീഡിയകൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് 1% വെള്ളം മാത്രമേ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ. ബാക്കി 99% ഡിവൈഡഡ് ഇൻറ്റു പൊളിറ്റിക്കൽ ന്യൂസ് ആൻഡ് ക്രൈം ന്യൂസ് എന്ന് പറയുന്നത്. ഇമോഷൻസ്, മനുഷ്യൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു തീരുമാനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എടുക്കാൻ കഴിവില്ലാത്ത ഒരു സ്ലേവറി പൊസിഷനിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ 96% ആളുകൾ ജീവിക്കുന്നത്. അവരെ ആ പറയുന്ന ആ സ്ലേവറിയിൽ നിന്ന്, ആ
അടിമത്തത്തിൽ നിന്ന്, ആ ലോ ലെവൽ ഫ്രീക്വൻസിയിലുള്ള തോട്ട് പ്രോസസ്സിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദിസ് കേസ്. അതായത് ഇപ്പോഴത്തെ ആ ഒരു കേസിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടം, അതായത് ലൈറ്റാണ്, ലൈറ്റ്നിങ് സ്പീഡാണ്, വേഗതയാണ്. അതിന് കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമല്ല. അത് വളരെയധികം ചേഞ്ചസ് വരുന്നത് വളരെ വേഗതയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ പേരെയും കൈക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രായോഗികതയല്ല. അപ്പം നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്ക് രക്ഷിക്കാൻ കഴിയുന്നൊരു 4% ആളുകളുണ്ട്. അതായത് ഉയർന്ന ചിന്തയുള്ള, ജീവിതത്തെപ്പറ്റി കൃത്യമായ ബോധമുള്ള, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ എൻ്റെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ 4% ജീവിതം മെച്ചപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ പോകുന്നത്? അതിന് സ്റ്റേജ് നമ്പർ 1, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ സ്ലേവറി സ്റ്റേജിൽ നിന്ന് മോചനം ലഭിക്കണം എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്ന്, അല്ലെ ആ ഒരു എൻ്റെ ഉള്ളിലൊരു ഷിഫ്റ്റ്, ആ പറയുന്ന പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവണം എന്നുള്ള അത്രയും ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി, അല്ലെങ്കിൽ അത്രയും അധികം തീവ്രമായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിക്ക് മാത്രമേ, അല്ലെ വ്യക്തികൾക്ക് മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ. അതിന് ഞാൻ നല്ല ഉദാഹരണം സഹിതം നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് 4 സ്റ്റേജസിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് 4 വ്യത്യസ്ത സ്റ്റേജിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് ക്ലാസ്സസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്ന് എന്താണ് മാസ്റ്റർ ക്ലാസ്സുകൾ, എന്നൊക്കെയാണ് മാസ്റ്റർ മൈൻഡ് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഉത്തരമാണ് ഞാൻ നൽകാനായിട്ട് പോകുന്നത്. അതായത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സീഡ് പോലെയാണ്. ആ സീഡിൽ, അതായത് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്ന് എപ്രകാരം വ്യത്യസ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യൻ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പ്ലാന്റ്സ് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് കുറച്ചും കൂടെ ഏറെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പം 4 ഘട്ടങ്ങളിലൂടെ, 4 ലെവൽസിലൂടെ കടന്നു പോകേണ്ട വ്യക്തിയാണ് ആര്? മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ 96% ആളുകളെ സംബന്ധിച്ചും ആ ലെവൽ 1-ൽ കിടക്കുകയാണ്. അപ്പോൾ ഈ 4 ലെവൽ എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് ആ 3 ഘട്ടങ്ങളിലോട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ഏത് രീതിയിലാണ് അവരെ നഷർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള എപ്രകാരം അവരെ വളർത്തിക്കൊണ്ട് പോകാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ലെവൽ നമ്പർ 1, ആ ലെവൽ നമ്പർ 1-ൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് എ സീഡാണ്. ലെവൽ നമ്പർ 1-ൽ ഇരിക്കുന്നത് ഒരു സീഡാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു സീഡാണ്. ഈ സീഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം ജനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജന്മം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സീഡ്. സീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അൺമാനിഫെസ്റ്റഡ് സീഡ്. നമ്മളെല്ലാ മനുഷ്യരും നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ വി ആർ എൻ അൺമാനിഫെസ്റ്റഡ് സീഡ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്, നമ്മൾ എന്തായി തീരണം, നമ്മുടെ ആ ട്രൂ പൊട്ടൻഷ്യലുള്ള DNA നമ്മളിലുണ്ട്. ആ പറയുന്ന ഡിവൈൻ നേച്ചർ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതിന് അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത് അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന അൺമാനിഫെസ്റ്റഡ് സീഡ് 2-ാം ഘട്ടത്തിലോട്ട് കടക്കില്ല. കാരണം അതിലോട്ട് കടക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് കോൺഷ്യസ്നെസ്. നമ്മുടെ ഉള്ളിൽ ബോധമുണ്ട്. 4 തലത്തിലുള്ള കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ഈ പറയുന്ന സീഡ് എന്ന് പറയുന്ന അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് മൈൻഡാണ്. ആ അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഉണർത്തിയില്ല എങ്കിൽ വി കനോട്ട് ഗോ ടു ദ ലെവൽ 2, 3 and 4. അപ്പം നമ്മുടെ ആളുകൾ പൊതുവേ ചിന്തിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ സാധാരണയായിട്ടൊരു കുഞ്ഞ് ജനിച്ചു, അവൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ്. മലയാളികൾ, ഞാൻ വീണ്ടും പറയുകയാണ്, 96% പേരും ഈ അൺമാനിഫെസ്റ്റഡ് സീഡിൽ മാത്രം ഇരുന്നു കൊണ്ട് അവർ ജനിക്കുന്നു, അവർ മരിക്കുന്നു. 96%. അതായത് ഒരു സീഡ്, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ടിംഗ് ആണ്. സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മണ്ണിലോട്ട് വീണ് അതിന് ഇരുട്ടും സൂര്യപ്രകാശവും എല്ലാം ചേർന്നും വളവും അല്ലെങ്കിൽ വെളിച്ചവും വെട്ടവും വെള്ളവും എല്ലാം ചേർന്ന് കൊണ്ടത് മുളയാവണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ 4% അപ്പുറത്തോട്ടുള്ള 96% ആളുകൾ അവരാ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഈ സീഡ് എന്താ ചെയ്യുന്നേ? ആ സീഡ്
സെക്കൻഡ് ലെവലിലുള്ള പ്രൊസീജിയറിലോട്ട് കടക്കുന്നില്ല. അങ്ങനെ കടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള മെൻറ്ററിങ് ആവശ്യമുണ്ട്. സ്റ്റേജ് നമ്പർ 1 മെൻറ്ററിങ് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ മെൻറ്റർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വേണ്ടതായിട്ടുള്ള കൃത്യമായ ഡയറക്ഷൻ അല്ല പറഞ്ഞു തരുന്നത്. ഒന്നെങ്കിൽ അവരുടെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മളെ അവർ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ ദേ ആർ ഫോൾസ് ടീച്ചേഴ്സ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരാണോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, നമുക്കാരാണോ ഉപദേശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്, അവരെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന 96% ഓഫ് ആൾക്കാരും സാധാരണ തൊഴിലുകൾ ചെയ്താണ് ജീവിക്കുന്നത്. അവരെ ആർക്കാവശ്യമുണ്ട്? അവരെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ആശയം എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സിലെ ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ റിലീജിയസ് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള, നമ്മുടെ മതപരമായിട്ടുള്ള അതിനെയും വേണമെങ്കിൽ ഗവൺമെൻറ് ആയിട്ട് കാണാം. വേണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും ഗവൺമെൻറ് ആയിട്ട് കാണാം. ആ ഗവേൺ ദ മെൻ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, ഗവേണിംഗ് ദ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഭരിക്കുക, മനസ്സുകളെ ഭരിക്കുക എന്നാണ് ഗവൺമെൻ്റൽ അല്ലെങ്കിൽ ഗവൺമെൻ്റൽ എന്നതിനർത്ഥം. അപ്പം മറ്റുള്ളവരെ ഭരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ മാനസിക നിലയിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകുകയാണെങ്കിൽ, അതിൽ പെട്ടിരിക്കുന്നതിൻ്റെ അനന്തരഫലം എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ജീവിതം നമുക്ക് ലഭിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ക്വാളിറ്റി, അതായത് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ സിസ്റ്റത്തിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ എന്താ, ഏറ്റവും കുറഞ്ഞ ഫുഡ് നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നു. അത് ഏറ്റവും ക്വാളിറ്റി അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നല്ലതെന്ന് സ്വയം വിചാരിക്കുന്നത് അതെല്ലാം ആവറേജാണ്. അപ്പോൾ ഈ 96% ആളുകളും ആവറേജ് ലൈഫും കൊണ്ട് തൃപ്തി അടയുകയാണ്. അവർക്കറിയത്തില്ല ലെവൽ നമ്പർ 1 നിന്നൊരു സ്പ്രൗട്ടിങ് സ്റ്റേജ് ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇനിയും ലെവൽ നമ്പർ 2 എത്തിയിരിക്കുന്ന സ്പ്രൗട്ടിങ്, അതായത് മണ്ണിൽ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒരു ഹെൽ എന്ന് വേണമെങ്കിൽ പറയാം, ആ നരകത്തിലൂടെ അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ഒരു സീഡ് ഒരു മണ്ണിലോട്ട് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണ് നമ്മുടെ മുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്നവർക്കറിയാം, മണ്ണ് വെത്തി നമ്മൾ മൂടിയ ശേഷം വെള്ളം ഒഴിക്കുന്നു അല്ലേ. 1-2 ദിവസത്തിന് ശേഷം സൂര്യപ്രകാശം ഏറ്റും അതിനകത്തുള്ള മറ്റു പ്രൊസീജിയേഴ്സിൻ്റെ ഫലമായിട്ട് ഇതൊരു മുളയായിട്ട് വരുന്നു. മുള വന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പറയുന്ന അൺമാനിഫെസ്റ്റഡ് സീഡ് ഇനിയും ഉദിച്ചു വരത്തില്ല, അത് അതോടുകൂടി നശിച്ചു പോയിരിക്കുന്നു. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആ സെക്കൻഡ് സ്റ്റേജിലൂടെ കടന്നു പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ കോൺഷ്യസ്നെസ് ലെവൽ ഉയർത്തണം. ലെവൽ നമ്പർ 1 നിൽക്കുന്ന കോൺഷ്യസ്നെസ് അല്ല, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് ലെവലിലോട്ട് നമ്മൾ കടക്കണം. ആ പറയുന്ന ആ കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് ക്ലാരിറ്റി. നമുക്ക് കൃത്യമായിട്ട് ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. അത് ഏകദേശം ഒരു 4% താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. അത് ഒന്നാമത്തെ സ്റ്റേജിൽ വീഴ്ചകളിൽ നിന്ന് പഠിക്കണം. അത് നമ്മൾ ബില്ലിനേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവർ വീഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണ്, അവർ പരാജയങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, അവർ പൊട്ടിപ്പാളീഷായവരാണ്. അവർ ലൈഫിൽ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പാളീഷായ ശേഷം അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടാണ് അവർ റിക്കവർ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുന്നത്. അപ്പോൾ സ്പ്രൗട്ടിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് പറയുന്ന ആ സ്റ്റേജിൽ നിന്ന് പിന്നെയും കിടക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്ച്വലി റിക്കവേർഡ് സ്റ്റേജാണ്, റിക്കവറി സ്റ്റേജാണ്. ആ പറയുന്ന സീഡിൽ നിന്ന് വെളിയിലോട്ട് ഒരു സ്പ്രൗട്ട് ചെയ്ത് ഒരു മുള വന്നൊരു സ്റ്റേജാണ്. അവരെ സംബന്ധിച്ച് ഞാൻ പറയും 1,00,000 വിസ്ഡം കോയിൻസിന് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 1,00,000 വിസ്ഡം കോയിൻസിന് തുല്യമാണ് സ്റ്റേജ് നമ്പർ 1 നിന്ന് സ്റ്റേജ് നമ്പർ 2ലേക്ക്. ഇനി അടുത്തൊരു ഘട്ടം എന്താണ്? ആ ഘട്ടമെന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു പ്രൊസീജിയറാണ്. അതായത് ആ പറയുന്ന മുള പൊട്ടിയിട്ടുള്ള ആ സീഡ് ഒരു പ്ലാന്റായി മാറുന്ന ഒരു ഗ്രോത്ത് സ്റ്റേജാണ്, ഒരു ഇവോൾവിങ് സ്റ്റേജാണ്. ആ സമയത്ത് എന്താണ്? ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരികയാണ്. അതിന് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിലൂടെ അത് കടന്നു പോവുകയാണ്. സ്റ്റേജ് നമ്പർ 3 എന്ന് പറയുന്നത്, ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് മാസ്റ്ററി. അത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ ലെവലിൽ അൺമാനിഫെസ്റ്റഡ് ആയിരിക്കുന്ന സീഡ്, അതായത് ഡിവൈൻ്റെ എല്ലാ പ്രത്യേകതകളുമുള്ള ആ ഒരു സീഡിൽ പ്രത്യേകമായിട്ട് അതിലേക്കൊന്നും നടക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആ ക്ലാരിറ്റി സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ അതിനകത്ത് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങളെ അത് മനസ്സിലാക്കിയെടുക്കുന്നു. എന്താണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒന്നാം സ്റ്റേജിൽ നിന്ന് ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് സ്റ്റേജ് നമ്പർ 2 ആണ്. അപ്പോൾ സ്റ്റേജ് നമ്പർ 3 എന്താണ്? ഇത് പ്ലാന്റ് ആയി മാറും, സ്വയം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. 25 ലക്ഷം കോടി
വിസ്ഡം കോയിൻസ് വേണമെങ്കിൽ കൊടുക്കുക. അതിനൊരു തുല്യതയുണ്ട്. 25 ലക്ഷം കോടി വിസ്ഡം കോയിൻസിന് തുല്യമാണ് ഈ മാസ്റ്ററി എന്ന് പറയുന്നത്. ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്, ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അപ്പോൾ പ്ലാന്റ് ആകുന്ന അല്ലെങ്കിൽ അതിനെന്താണ് ശാഖകൾ ഉണ്ടാകുന്നു, അതിന് വേര് പിടിക്കുന്നു, അതിനെന്താണ് ഇലകൾ ഉണ്ടാകുന്നു, അതിന് പല സ്റ്റേജിലെ ഗ്രോത്ത് സ്റ്റേജസ് ആണ്. അതുകൊണ്ട് ഞാൻ പറയാം മാസ്റ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റേജ്. സ്റ്റേജ് നമ്പർ 1 നിന്നും 2 2 നിന്ന് 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. അപ്പം ഓരോ പ്ലാന്റ്സിനും ഓരോ കാലഘട്ടത്തിലെ വളർച്ച എല്ലാം ഒരുപോലെയല്ല. ചിലത് മാസങ്ങളെടുക്കാം, ചിലത് വർഷങ്ങളെടുക്കാം. ഇനി അതിനുശേഷം 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് ലിബർട്ടി. ആ ലിബർട്ടി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആത്യന്തികമായിട്ട് എത്തിച്ചേരേണ്ട ഒരു സ്റ്റേജാണ്. വിത്ത് പീസ് വിത്ത് ഹിം, ലിവിങ് ഇൻ പീസ് വിത്ത് ഹിം. അതിനാണ് 4th സ്റ്റേജ് ലിബർട്ടി എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ആ സീഡ് പ്ലാന്റിൽ നിന്ന് അത് പൂക്കുന്നു, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു, അല്ലേ? ഹാർവെസ്റ്റിംഗ് സ്റ്റേജാ. ആ ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലെ പ്രത്യേകത എന്താ? ഫ്രൂട്ടിനകത്ത് തന്നെ എന്താ വീണ്ടും അൺമാനിഫെസ്റ്റഡ് സീഡ്സ് ഉണ്ട്. വീണ്ടും എന്താ ഉള്ളത്? അതേ പ്ലാന്റിന്റെ സ്വഭാവ ഗുണങ്ങളുള്ള സീഡ്സും ചുമന്നുകൊണ്ടാണ് ആ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. അതെന്താണ്? അൺലിമിറ്റഡ് വിസ്ഡം കോയിൻസ് ആണ്, അൺലിമിറ്റഡ് ആണ്. ഒരു മനുഷ്യൻ 4 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. 1ാമത്തെ ലെവൽ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അൺമാനിഫെസ്റ്റഡ് സീഡാണ്. 96% പേരും ജീവിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, ജീവിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. നമ്മൾ 96% മലയാളികളെ സംബന്ധിച്ച് ദേ ആർ സ്റ്റിൽ റിസൈഡിങ് ഇൻസൈഡ് ദ മാനിഫെസ്റ്റഡ് സീഡ്. അവരിൽ ആ പറയുന്ന വളർച്ചയും അവരിൽ ആ പറയുന്ന ഇവല്യൂഷനും എല്ലാം ഉണ്ടെന്ന് അവരറിയുന്നില്ല. അവർ ആ ഒരു ചട്ടക്കൂടിനകത്ത് മറ്റാരുടെയോ പ്രേരണയാൽ ആ ചട്ടക്കൂടിനകത്ത് ഇരുന്നു പോകുകയാണ്. അവിടെയാണ് എന്താണ് അവരുടെ ആ മാക്സിമം പൊട്ടൻഷ്യൽ ആ സീഡിനകത്ത് മാത്രം ഇരുന്ന് പോകുകയാണ്. സ്റ്റേജ് നമ്പർ 2 ക്ലാരിറ്റി ഉണ്ടാകുന്നു, സ്പ്രൗട്ട് ചെയ്യുന്നു. സ്റ്റേജ് നമ്പർ 3 പ്ലാന്റ് ആകുന്നു, അതെന്ത് ചെയ്യുന്നു? അത് ഗ്രോ ചെയ്യുന്നു, ഇവോൾവ് ചെയ്യുന്നു. സ്റ്റേജ് നമ്പർ 4 വരുമ്പോൾ എന്താണ്? അത് ഫ്രൂട്ടിംഗ് സ്റ്റേജ് ആണ്. ഫ്രൂട്ടിംഗ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ? മുമ്പ് പറഞ്ഞത് എന്തൊക്കെയാണ്? ആ ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നു, അത് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. അതിൽ ആ അൺമാനിഫെസ്റ്റഡ് സീഡ്സ് പിന്നെയും അതിനകത്ത് ധാരാളം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ വളർത്തിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മലയാളികളെയാണ്. ഞാൻ പറഞ്ഞ ആ ലെവൽ നമ്പർ 1 ഇരിക്കുന്ന ആ പറയുന്ന സ്ലേവറി കോൺസെപ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ രക്ഷിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. സ്റ്റേജ് നമ്പർ 2 ഒരു ക്ലാരിറ്റി, ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ കഴിയും. ഒരു 2nd സ്റ്റേജിൽ 3rd സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. 3rd സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാൻ കഴിയും? അവരെ നമുക്ക് 4th സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേജ് നമ്പർ 2, 3 and 4. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ പറയുന്ന വിസ്ഡം കോയിൻസ്, ആ വിസ്ഡം കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റ്സ് ആണ്. വിസ്ഡം കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്കിൽസ് ആണ്, ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കിൽസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ മണിയിലോട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിലുള്ള ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സന്തോഷം എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് ദെയർ സ്കിൽ സെറ്റ്സ് ആണ്. അത് നമുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നേടുന്നതായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള സന്തോഷം, ആനന്ദം നേടുന്നതായിട്ടോ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പലപ്പോഴും ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വസ്തുക്കളെ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, സന്തോഷം, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ പണം ഉപയോഗിച്ചുകൊണ്ട് നേടുന്നവയെല്ലാം ഒരിക്കലും അവനിൽ താൽക്കാലിക ആനന്ദം മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞത്. അവൻ്റെ താൽക്കാലികമായിട്ടുള്ള ആനന്ദം, അവൻ്റെ ആ പ്രപഞ്ചം, സ്വന്തം അവൻ്റെ ആ യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് കിട്ടുന്ന ഒരു താൽക്കാലിക സന്തോഷം, ഈ താൽക്കാലിക സന്തോഷം അധികം കാലം നിലനിൽക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൂട്ടം മലയാളികൾക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, 2030 ആകുമ്പോഴേക്കും ഓരോ മലയാളികളും അവരവർ ജീവിതത്തിലെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം എന്നോട് ചോദിച്ചു മാത്രമേ എടുക്കാൻ അവർക്ക് കഴിയത്തുള്ളൂ. ദാറ്റ് ഈസ് മൈ മിഷൻ. ഞാനത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനവും എന്നോട് മാത്രം ചോദിച്ച് നിങ്ങൾ എടുത്തില്ല എങ്കിൽ നന്മ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വിവേകത്തോടു കൂടിയുള്ള തീരുമാനം അല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെ ഹൗ ടു മാസ്റ്റർ ദ ഗെയിം ഓഫ് ലൈഫ്, നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിൽക്കണ്ടേ? നമ്മുടെ ജീവിതം നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും അതിൻ്റെ ആ കീ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൊടുത്തിട്ട് എന്താണ് കാര്യമിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു
ഒരു 12,000, ഞാൻ ആ നമ്പർ ഫിക്സ് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 1% താഴെയുള്ള മലയാളികൾ, അതാ നമ്പർ ഞാൻ പറഞ്ഞത് 12,000 എന്ന് പറയുന്ന ഒരു നമ്പർ. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആക്സസ് ചെയ്തിട്ടുള്ള പോർട്ടലിൽ കൂടെ തന്നെ നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കാൻ പോകും. പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകൾക്ക് ചില സിദ്ധികൾ ലഭിക്കാറുണ്ട്. അതായത് ഐ വിൽ ബി ഓപ്പണിംഗ് ദ പോർട്ടൽ ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഞാനൊരു ഡിവൈൻ പോർട്ടൽ നിങ്ങൾക്കായിട്ട് തുറന്നു നൽകാൻ പോവുകയാണ്. പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ മറുവശത്തിരിക്കുന്ന ആ ഒരു ഗോഡ്സ് മൈൻഡ്, മറുവശത്തിരിക്കുന്ന ആ ഗോഡ്സ് മൈൻഡ് ഞാൻ ആക്സസ് ചെയ്ത ശേഷം അതിനെ നിങ്ങൾക്ക് അതുപോലെ നൽകുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഗോഡ്സ് മൈൻഡ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നത്? ഒരു പോർട്ടലിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ടുള്ളൊരു സ്പേസ് ആണ്. അതിലൂടെ കടന്നുകൊണ്ട് നമ്മൾ വിൽ ബി ആക്സസിങ് ദ ഗോഡ്സ് മൈൻഡ്. അപ്പോൾ ഗോഡ്സ് മൈൻഡ് ആക്സസ് ചെയ്തിട്ടുള്ള ഞാൻ, ഐ ഹാവ് എ കോളിംഗ് ഫ്രം ദ ഗോഡ്. നമ്മൾ ഈ പറയുന്ന പലപ്പോഴും ദൈവത്തിൻ്റെ നിയോഗം അല്ലെ ദൈവത്തിൻ്റെ കോളിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡിവൈൻ പ്രോപ്പർട്ടിയാണ്. അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയോഗം വളരെ ചുരുക്കം ആളുകളിലേക്ക് ഞാൻ അതിൻ്റെ കീ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ്. സോ ഐ ഗോട്ട് ഇൻ ടു ദ പോർട്ടൽ, ഐ എൻ്റർഡ് ദ പോർട്ടൽ ഓഫ് ഗോഡ് ഓർ ഗോഡ്സ് മൈൻഡ്. സോ ഐ ആം ഇൻ ഗോഡ്സ് മൈൻഡ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലോട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു, ആ പറയുന്ന ആ സോഴ്സിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ആ സോഴ്സ് നൽകുന്ന എല്ലാം ഞാൻ എന്ത് ചെയ്യുകയാണ്, ആളുകളിലേക്ക്, ഒരു കൂട്ടം മലയാളികൾക്ക് എത്തിക്കുകയാണ്. അതിന് ക്രൈറ്റീരിയ ഞാൻ വെച്ചിട്ടുണ്ട്. 3 ക്രൈറ്റീരിയസ് ആർ ദെയർ: സെയിൽസ് പീപ്പിൾ, ബിസിനസ് ഓർ ഓൺട്രപ്രന്യൂവേഴ്സ് ആൻഡ് കോച്ചസ്. ഈ 5 വർഷം കൊണ്ട് ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ജസ്റ്റ് ഡ്രോ എ ഫോർമാറ്റ്. ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സോ ഇറ്റ് വിൽ ബി ദ വൺ. ആ വൺ എന്ന് പറയുന്ന വണ്ണസ് എന്ന് പറയുന്ന ആ യൂണിഫൈഡ് ഫീൽഡാണ് ഇത് വൺ എന്ന് പറയുന്നത്. യൂണിഫൈഡ് ഫീൽഡിൻ്റെ ഒരു റിപ്പോസിറ്ററി ആണ് എന്നാണ് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻസോ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻസും ഇരിക്കുന്ന ഒരു ഇടമാണ് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ജ്ഞാനവും എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻസും എല്ലാ ഡിവൈൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അക്വയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഐ വിൽ ബി ട്രാൻസ്ഫറിങ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ഇൻട്രസ്റ്റ് ടു ഡെവലപ്പ്, who have an interest to grow, who have an interest to evolve and work for the society. നമ്മുടെ കേരള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള, അത്രത്തോളം അതിൽ എന്താണ് ഒരു എനിക്ക് വളരണം, എനിക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള, ഒബ്സഷനുള്ള, നമ്മുടെ സമൂഹത്തെ സേവിക്കുവാൻ ഒരു ഒബ്സഷനുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കോഴ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ആ പറയുന്ന ഗോഡ്സ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ദ സെക്കൻഡ് ലെയർ. അതിൽ നിന്ന് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം ഐ വിൽ ബി ട്രാൻസ്ഫറിങ് ദിസ് കോണ്ടന്റ്, ദ ഡിവൈൻ കോണ്ടന്റ് ടു ഓൺലി 12 പീപ്പിൾ. ഒരു വർഷം 12 ആളുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള ഡിവൈൻ കോണ്ടന്റ് ഞാൻ പകർന്ന് നൽകുകയുള്ളൂ. സോ വാട്ട് ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം എന്താണ്, ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു 1 to 1. കിട്ടുന്ന ഡിവൈൻ കോണ്ടന്റ് എന്ത് ചെയ്യുന്നു, അത് 12 പേരിലേക്ക് അത് ഫസ്റ്റ് സ്റ്റേജിൽ അത് പകർന്നു കൊടുക്കുന്നു. അതിൽ നിന്ന് അടുത്ത വർഷം അത് 121 പേരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അടുത്ത വർഷം എന്ത് ചെയ്യുന്നു, അതിന് തുടർച്ചയായ വർഷം ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു 1 to 1 1212 പേരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിന് അടുത്ത വർഷമോ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു 1 to 121 12121. ദിസ് ഈസ് ദ ടാർഗറ്റഡ് ഓഡിയൻസ്. 5 വർഷം കൊണ്ട് എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഞാൻ പറഞ്ഞു 2025 ഇറ്റ് വിൽ ബി 12, ദെൻ ഇറ്റ് വിൽ ബി നെക്സ്റ്റ് ഇയറിൽ 121, ദെൻ ഇറ്റ് വിൽ ബി 1212, ദെൻ ഇറ്റ് വിൽ ബി 12121. അതായത് 5 വർഷം കൊണ്ട് ഒരു കൂട്ടം ആളുകളെ ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ താല്പര്യമുള്ള, ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഡിവൈൻ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുവാനായിട്ട് ദൈവം നിയോഗിച്ചിട്ടുള്ള ആളുകളിലേക്ക് മാത്രമേ ഈ പറയുന്ന ഡിവൈൻ കോണ്ടന്റ് എത്തുകയുള്ളൂ. അതുകൊണ്ട് ഐ ആം ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ ആക്സസ് ദ യൂണിഫൈഡ് ഫീൽഡ്, ഹു ക്യാൻ ആക്സസ് ദി ആകാശിക് റെക്കോർഡ്. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഞാൻ പറയാം. ഇറ്റ് വിൽ ബി ലെവൽ നമ്പർ 1, ഇറ്റ് വിൽ ബി ലെവൽ നമ്പർ 2, ലെവൽ നമ്പർ 3 ആൻഡ് ലെവൽ നമ്പർ 4 and 5. 5 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയായിരിക്കും. ഇതെല്ലാവർക്കും ഒരുപോലെ പകർന്നു കൊടുക്കുകയല്ല, ഇതെല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് വീഡിയോസ് ഇട്ട് കൊടുക്കുകയല്ല. ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ എ സ്പിരിച്വൽ മാനർ.
അത് ആർക്കു വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നു പറഞ്ഞത്? ഇറ്റ് വിൽ ബി ഫോർ സെയിൽസ് പേഴ്സണാലിറ്റീസ്. അവർക്ക് കൃത്യമായിട്ട് സെയിൽസ് സ്കില്ലുകൾ ഉൾപ്പെടെ ആ ഗോഡിൻ്റെ ഡിവൈൻ കോണ്ടന്റ് ആയിട്ടുള്ള സെയിൽസ് സ്കില്ലുകൾ, ഫോക്കസിങ് ഓൺ ഹൈ ടിക്കറ്റ് സെയിൽസ്, ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് അവതാർ ഹ്യൂമൻ ആൻഡ് ഓൾസോ കോസ്മിക് ഹ്യൂമൻ. ഒരു ഡിവൈൻ പ്രോപ്പർട്ടി എന്തൊക്കെയാണോ, കണക്റ്റഡ്നെസ് ആൻഡ് ഇൻ്റർ കണക്റ്റഡ്നെസ്, അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ കഴിയും. അത്രയ്ക്കും പവിത്രമായിട്ടുള്ള ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈൻ പ്രോപ്പർട്ടീസ് ഞാൻ എത്തിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ 2025 12 പേരിലേക്കും 2026 121 പേരിലേക്കും തുടർന്നുള്ള വർഷം 1212 പേരിലേക്കും പിന്നീട് 12121 2030 12121 പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് 2030 നമ്മുടെ കേരളത്തെ ഒരു ബെറ്റർ ലൈഫിലോട്ട് എത്തിച്ചേർക്കുക. നമ്മുടെ മലയാളികൾക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കുവാനായിട്ടുള്ള എൻ്റെ എളിയ ഇനിഷ്യേറ്റീവാണ്. സോ ഐ ജസ്റ്റ് ടോൾഡ് ഇറ്റ്സ് എ ഡിവൈൻ കോൾ ആൻഡ് ഇറ്റ്സ് എ 5 years പ്ലാൻ, ഇറ്റ്സ് എ 5 year ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിവൈൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിവൈൻ കോണ്ടന്റ് ആക്സസ് ചെയ്യുവാനായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പേഴ്സണലി മെസ്സേജ് അയക്കുക. ഐ ബി ആഡിങ്. ആ ഡിവൈൻ കോണ്ടന്റ് ആക്സസ് ചെയ്യുവാനായിട്ട് ആ ഡിവൈൻ കോളിംഗ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും എന്നിലേക്ക് എത്തിച്ചേരുമെന്ന് എനിക്കറിയാം. തുടർന്നുള്ള ആഴ്ചകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട്, സൂം ഉപയോഗിച്ചുകൊണ്ട്, വാട്സപ്പും മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിൽ ബി ബിൽഡിംഗ് എ പ്ലാറ്റ്ഫോം ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ക്യാൻ ആക്സസ് ദ ഡിവൈൻ കോണ്ടന്റ്. സോ ആ കോളിംഗ് ഉള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സോ വിൽ ബി ഹാവിങ് എ ഗുഡ് ടൈം ഈച്ച് അതർ, വിൽ ബി ലേണിംഗ്, വി വിൽ ബി ഡിസ്കസിങ് ആൻഡ് വി വിൽ ബി ഹാവിങ് ആക്സസ് ടു ദ ഡിവൈൻ കോണ്ടന്റ്. ഹൗ ടു മാസ്റ്റർ ദ ഗെയിം ഓഫ് ലൈഫ് പഠിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.